ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചായക്കടയിലെ ഉള്ളിവടയാണ്. ചായക്കടയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഉള്ളിവടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിനായി ഞാൻ 4 ഇടത്തരം സവാള എടുത്തിട്ടുണ്ട്. സവാള 2ആയി കട്ട് ചെയ്തതിന് ശേഷം നീളത്തിൽ കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത സവാള നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൈകൊണ്ട് ഇതുപോലെ നന്നായി തിരുമിയെടുക്കുക. ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ നന്നായി തിരുമിയെടുക്കണം. സവാള നന്നായി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി മൂടി വെച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം കടലമാവാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തു. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1 കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ചെറുതായി കട്ട് ചെയ്ത കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉള്ളിവടയ്ക്ക് ഉള്ളിയാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത്. മാവ് കുറച്ച് ചേർത്താൽ മതി. അതുകൊണ്ട് ഞാൻ കുറച്ച് മാവേ ചേർത്തിട്ടുള്ളൂ. ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഇനി ഹൈ ഫ്ലെയിം ആക്കി നന്നായി തിളപ്പിക്കുക. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളത്തിൽ കൈ നനച്ചതിന് ശേഷം കുറേശ്ശെയായി എടുത്ത് ഓരോ ഉരുളകളാക്കി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിം ആക്കുക. അല്ലെങ്കിൽ ഉള്ളിവട പെട്ടെന്ന് പുറം കരിയുകയും അകം വേകാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡ് നന്നായി ഫ്രൈ ആവുമ്പോൾ എണ്ണയിൽ നിന്നും മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ആദ്യം ഇട്ട ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒരു ഈവനിങ് സ്നാക്സായി കഴിക്കാം. ചായക്കടയിലെ അതേ ടേസ്റ്റിലുള്ള ഉള്ളിവടയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. നിങ്ങളിത് ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വളരെ ഈസി ആയി തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കട്ടൻ ചായയും ഉള്ളിവടയും അടിപൊളി കോമ്പിനേഷനാണ്. പുറം ക്രിസ്പിയും അകം സോഫ്റ്റുമായ ഉള്ളിവട നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു. നാളെ പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.